അങ്ങനെ ഒരു ദൈവനിയോഗം പോലെയാണ് ഇവർക്ക് കണ്ടു കിട്ടിയത്. ഇതൊരു വൈകാരിക നിമിഷമാണ്. മോളെ ഹാപ്പി ആയോ? അവിടെ ശരണ്യെ തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചായിരുന്നില്ല. അപ്പോൾ ഒരമ്മ പെറ്റ 4 പേരെ ഒന്നിച്ച് ആശ്രയുടെ മുറ്റത്ത് ഒന്നിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ഹിതമായിരിക്കാം. 24 വർഷത്തിന് ശേഷമാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്, ഈ സഹോദരനും സഹോദരിമാരുമായിട്ട്. ഞങ്ങൾ 3 പേരെയാണ്, സരസുവിനെ 2 അനിയന്മാരെയാണ് ഞങ്ങൾ അന്ന് സരസുവിന് 5 വയസ്സാണ്. അതിൽ ഇളയ കുട്ടികളായിരുന്നു സുമേഷും സുരേഷും. അന്ന് ശരണ്യ ഞങ്ങളുടെ കൂടെ ഇല്ല. ഇവർക്ക് ഒരു മോൾ ഉണ്ടായിരുന്നു, 2 വയസ്സുള്ളപ്പം അച്ഛൻ്റെ ചേട്ടൻ എടുത്തുകൊണ്ട് പോയി എന്നാണ് സരസു പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. ഈ കുട്ടികളെ ഒരിക്കലും തമ്മിൽ കാണാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചതുമല്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് പക്ഷേ ശരണ്യ ഈ അന്വേഷണത്തിലായിരുന്നു. ഇവർ 2000 ആണ്ടിലാണ് ആശ്രയ ഏറ്റെടുക്കുമ്പോൾ ഇവരുടെ അച്ഛൻ പ്രിയപ്പെട്ട മാരിമുത്തും ഒപ്പം ഉണ്ടായിരുന്നു. സുരേഷും സുമേഷും സരസുവും മാരിമുത്തോടൊക്കെ 4 പേർ ഒന്നിച്ചാണ് ഇവിടേക്ക് വന്നത്. നാട്ടിൽ പോയിട്ട് മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് പോയ മാരിമുത്തിനെ കുറിച്ച് വർഷങ്ങളായി യാതൊരു വിവരങ്ങളും ഇനി കിട്ടിയിട്ടില്ല. അപ്പോൾ സരസു നന്നായി പഠിച്ചു, സുരേഷും സുമേഷും അവരും നന്നായിട്ട് പഠിക്കുന്ന ആളുകളാണ്. കണ്ണൂരിൽ നിന്നാണ് സരസുവിനെയും സുരേഷിനെയും സുമേഷിനെയും ഏറ്റെടുത്തത്. എന്നാൽ ആ കണ്ണൂരിലേക്ക് തന്നെയാണ് സരസു വിവാഹം കഴിച്ചു പോയത്. കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സ്വത്താണ് ഇവർ പരസ്പരം. ഇവരിപ്പോൾ ഒരു ബിഗ് ഫാമിലിയായി. എന്തായാലും അവരുടെ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടായി. ഇന്ന് ശരണ്യയും സരസും സുരേഷും സുമേഷും എല്ലാവരും ഒരു കുടക്കീഴിലായി. 24 വർഷമായി ഈ സഹോദരിമാർ തമ്മിൽ കണ്ടിട്ട്. കാരണം ഇവർ 3 പേരും നമ്മുടെ കലയപുരം ആശ്രയം വന്നിട്ട് 24 വർഷം കഴിഞ്ഞല്ലേ? 26 വർഷമായി. അന്നു മുതലേ ഈ സഹോദരി ഇവർക്ക് അന്യമായിരുന്നു. ഇവർ 3 പേരാണ്, സരസു ഉൾപ്പെടെ 3 പേരെയാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കലയപുരം ആശ്രയം ഏറ്റെടുത്തത്. അന്ന് പക്ഷേ ഈ ഒരു സഹോദരി ഉണ്ടായിരുന്നില്ല. ഇങ്ങനൊരു സഹോദരി ഉള്ള കാര്യം അറിയാം, പക്ഷേ എവിടെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഈ ഒരു സഹോദരി ഇവരെ കണ്ടുപിടിച്ചിരിക്കുകയാണ് 24 വർഷത്തിന് ശേഷം. സന്തോഷമായോ? ഐ എം വെരി ഹാപ്പി because of my husband only. He found them. I can't if he not I couldn't pass it couldn't possible. അതെ, ഇതാണ് സരസു, ഇത് ശരണ്യ. സരസുവിൻ്റെ സഹോദരനായ സുമേഷുമാണ് ആശ്രയ 26 വർഷം മുമ്പ് ഏറ്റെടുത്തത്. അന്ന് ഈ ശരണ്യ കൂടെ ഇല്ല. ശരണ്യ എവിടെ പോയെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷേ എന്തോ ഒരു ദൈവനിയോഗം എന്ന് പറഞ്ഞ് 24 വർഷം ശേഷം ഈ ശരണ്യ തന്നെ സഹോദരിയെ തേടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണക്കാരൻ ഈ ഒരു മനുഷ്യനാണ്. രഘുറാം ശരണ്യയുടെ ഹസ്ബൻഡാണ്. പുള്ളിക്കാരനാണ്, ഹൈദരാബാദിലാണ് സാർ അല്ലേ? I'm a Tamilian, but born and brought up in Hyderabad. പുള്ളിയാണ് ഇതെല്ലാം കണ്ടുപിടിച്ച് ഇങ്ങനൊരാൾ, ഇങ്ങനെ എനിക്ക് എൻ്റെ ഭാര്യയുടെ സഹോദരനും സഹോദരിയൊക്കെ ആശ്രയിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയത്. ഹാപ്പി? I'm very happy, and once again I bow my head to Joseph sir and family. അതെ, ഇവരെ പൊന്നുപോലെ ഇത്രയും വർഷം നോക്കിയ ഈ വലിയ മനുഷ്യനോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. ഇതാണ് കലയപുരം ജോസ്. അതിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു അപൂർവ നിമിഷത്തിന്റെ ഒരു കൂടിക്കാഴ്ചയിലും ഒരിക്കലും ഇവർക്ക് കാണാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു. ഇപ്പോഴും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പം ശരിക്കും പറഞ്ഞ ശരണ്യയുടെ ആഗ്രഹവും അതിന് കൂട്ടുനിന്ന ഭർത്താവും രഘുറാമുമാണ് ഇതിന്. അവരെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അഭിനന്ദിക്കേണ്ടത്. Our whole family searching for them, where they are staying, but we couldn't, but he did. I'm so happy today. It's an emotional day for me, but to you I couldn't explain. അതെ, പറയാൻ വാക്കുകളില്ല. ശരണ്യക്ക് പറയാൻ വാക്കുകളില്ല. ഹാപ്പിയാണോ? സന്തോഷം, കണ്ടുപിടിച്ച സന്തോഷമാണ്. ഇങ്ങനെ സഹോദരി ഉണ്ടെന്ന് അറിയാം അല്ലേ? സഹോദരി ഉണ്ടെന്ന് അറിയായിരുന്നു. എവിടെയാണെന്ന് അറിയില്ല. എവിടെയൊന്നും അറിയില്ലായിരുന്നു. ദൈവത്തെ പോലെ കൊണ്ടുവന്നില്ലേ? അതെ, സന്തോഷത്തിന്റെ കണ്ണീരാണോ കാണുന്നത്? അതിൽ ഒരുപാട് സന്തോഷം.